ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അടിയന് വന്ന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിന് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദി തരണത്തില് അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളെ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തില് വന്ദനം ചെയ്യുന്നു. നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്, നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ചായിരുന്നല്ലോ. രണ്ടാം വരവിനെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ ഇരിക്കുമ്പോൾ പല കാര്യങ്ങളും മർമ്മങ്ങളായിട്ട് താൻ ഉൾക്കൊള്ളിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഒരു കാര്യം ആഗ്രഹിച്ചു, തന്റെ മക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ചില മാർഗങ്ങൾ താൻ എല്ലാവരെയും നിർദ്ദേശിച്ചു, അല്ലെ? പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി, അല്ലാത്തവർക്ക് വേണ്ടിയല്ല. അപ്പോ പോകാൻ ആഗ്രഹിക്കുന്ന, കർത്താവിന്റെ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി, അല്ലെ? കർത്താവിന് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം, അല്ലെ? മരിച്ചു കഴിയുമ്പം പല മതങ്ങളും വിശ്വസിക്കുന്നു, പല ആളുകളും വിശ്വസിക്കുന്നുണ്ട്, മരിച്ചു കഴിയുമ്പോൾ എനിക്ക് സ്വർഗമോ നരകമോ എന്തോ കിട്ടുമെന്ന്. ആർക്കും അറിയില്ല. കാരണം ഭൂമിയിൽ ഇരിക്കുമ്പോൾ ചെയ്തതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു പ്രതിഫലം, ഞാൻ ചെയ്തതിനൊക്കെ ഒരു പ്രതിഫലം കിട്ടുമെന്ന് വിശ്വസിച്ചാണ് പല ആളുകളും മരണത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് പ്രധാനമായ സത്യമെന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ സ്വർഗരാജ്യത്തിലേക്ക് പോകുന്നവർ, അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, അല്ലെ? ഞാൻ പലപ്പോഴും പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, സ്വർഗരാജ്യത്തേക്ക് പോകുവാനുള്ള മാനദണ്ഡങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടവരാണ് ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ. ഭൂമിയിൽ ഇരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വേണം, അല്ലെ? ഭൂമിയിൽ ഇരിക്കുമ്പോൾ ജോലി ചെയ്യണം, അതുപോലെ തന്നെ മക്കളെ വളർത്തണം, അവരുടെ ഭാവികൾ നോക്കണം. ഇങ്ങനെ എല്ലാ മാതാപിതാക്കൾക്ക് കടമകളുണ്ട്. അവർക്ക് കൊടുക്കാവുന്നിടത്തോളം നല്ല വിദ്യാഭ്യാസങ്ങൾ കൊടുക്കണം. ഇതൊക്കെയും നല്ലൊരു കാര്യമായിട്ടാണ് ദൈവവചനത്തിലും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെ? മക്കൾ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ദാനമാണ്. അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ മാതാപിതാക്കൾ എപ്പോഴും എന്തായിരിക്കണം? സന്നദ്ധരായിരിക്കണം. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കും, അല്ലെ, ഞാൻ തന്ന മക്കളെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? കർത്താവിന് വേണ്ടി ഉപയോഗിച്ചോ, പ്രയോജനപ്പെടുത്തിയോ? അല്ലെ? ഭൂമിയിലെ കാര്യവും ചെയ്യണം, അതുപോലെ തന്നെ കർത്താവിന് വേണ്ടി തയ്യാറാക്കുകയും വേണം. അപ്പോ നമ്മളിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോ, അപ്പോ നമ്മൾ പറയുമ്പോൾ 13-ാം അധ്യായത്തിൽ കാണുകയാണ് ഒരു ഉപമ, മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. കർത്താവായ യേശുക്രിസ്തു ഉപമകളിലൂടെയാണ് സംസാരിക്കുന്നത്. പല കാര്യങ്ങളും തന്റെ കാര്യവും തന്റെ ദൈവത്വത്തെ കുറിച്ചും താൻ ഉപമയായിട്ടാണ് സംസാരിച്ചത്. അപ്പോ എല്ലാ കാര്യങ്ങളും താൻ ഉപമകളിലൂടെ സംസാരിച്ചപ്പോൾ, ഇവിടെ ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും ഒരു ഉപമ താൻ പറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്, അല്ലെ? ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? തന്റെ നിലത്ത് ഒരു നല്ല വിത്ത് വിതച്ചതിനോട് സാദൃശ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ നല്ല വിത്ത് വിതച്ചതിനെയാണ് സ്വർഗരാജ്യത്തോട് ഉപമിച്ച് വച്ചിരിക്കുന്നത്, അല്ലെ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, വയലെന്ന് പറയുമ്പോൾ ഭൂമിയിലെ മനുഷ്യരുടെ അവസ്ഥകളെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. അതിൽ ലോകം എന്താണ്? ദൈവത്തിനുള്ളതാണ്. അതിന്റെ ഓരോ മൂലയും എന്ന് വെച്ചാൽ ഭൂമി ഒന്നടങ്കം എന്താണ്? ഒന്നടങ്കം തന്റെ രാജ്യത്തിന് കീഴിലായിരിക്കണം എന്നതാണ് ദൈവത്തിന്റെ ഉദ്ദേശം, അല്ലെ? വിതയ്ക്കുന്നവന്റെ ഉപമയിലെ പോലെ ഇവിടുത്തെ നല്ല വിത്ത് എന്താണ്? ദൈവവചനം അല്ല, പ്രത്യുത അവൻ തന്റെ ആത്മാവിനാൽ തന്റെ രാജ്യത്തിലേക്ക് ജനിക്കപ്പെടുന്ന ദൈവ മക്കളെയാണ് അത് കാണിക്കുന്നതെന്നുള്ളതാണ്
അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. അപ്പൊ അവിടെ വളരെ വ്യക്തമായി ഒരു നാമം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. അവന്റെ നാമം അല്ലെ, നാമങ്ങളല്ല, നാമം അല്ലെ. തൃത്വക്കാരാണെങ്കിൽ നാമങ്ങൾ പറയും, അല്ലാത്തവരാണെങ്കിൽ 28-19 പഠിക്കുന്നവരാണെങ്കിൽ 3 പേരാണ്, 3 വ്യക്തികളുടെ നാമത്തിലാണ് അവര് ഇത് വരുന്നത്. പക്ഷെ അവന്റെ നാമം എന്നവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവ് രക്ഷിക്കുവാനായി നൽകിയ നാമമാണത്. നാം രക്ഷപ്പെടേണ്ടതിന് വേണ്ടി നൽകിയ നാമമാണ് യേശു ക്രിസ്തുവിന്റെ നാമം. ആ നാമത്തിൽ വിശ്വസിച്ച് ആ നാമത്തിൽ സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർ എന്താണ്, അതായത് രണ്ടാമത് ജനിക്കുക അല്ലെ, ബോൺ അഗെയിൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത് ജനിക്കുക എന്നുള്ള ഈ അവസ്ഥ സംഭവിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ കർത്താവിന്റെ സ്വന്തമാകത്തുള്ളൂ. പല ആളുകൾ ഇന്ന് ബോൺ അഗെയിൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയുക, അതൊരു മറ്റൊരു വിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു സംഘടനയുടെ വിശ്വാസമാണ്, അല്ലെങ്കിൽ എന്താ പറയുക ഭൂമിയിൽ ഇല്ലാത്തൊരു സംഘടനയുടെ വിശ്വാസമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇന്ന് നമ്മുടെ ഇടയിലുള്ളത്. കാരണം ഞാൻ ശിഷ്യസ്നാനത്തെ കുറിച്ച്, ശിഷ്യസ്നാനമാണ് എല്ലാവർക്കും പ്രധാനമായിട്ടുള്ളത്. കാരണം മുതിർന്ന സ്നാനത്തിൽ ആർക്കും താല്പര്യമില്ല. കാരണം പിതാക്കന്മാരെന്തോ അഭിപ്രായം പറഞ്ഞതിന്റെ ഫലമായി AD 250 AD 250 ശേഷമുണ്ടായ അഭിപ്രായങ്ങളിൽ ഒന്നായിരുന്നു ഈ പറയുന്ന ശിശുസ്നാനം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവരിയ്ക്കുകയാണ് അല്ലെ. കർത്താവ് യേശു ക്രിസ്തു വെള്ളത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും നോക്കി പ്രിയപുത്രൻ എന്ന് വിളിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ജലത്തിൽ നിന്ന് പൊങ്ങി ഇറങ്ങി വരുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്. അപ്പൊ സ്വർഗം സന്തോഷിക്കുമ്പോൾ നമ്മൾ അവന്റെ പ്രിയപുത്രനായി മാറുന്നു. കാരണം ആ നാമത്തിൽ നിങ്ങൾ സ്നാനമേൽക്കുമ്പോൾ, ആ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, ആ നാമത്തെ നാഥനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തമായി മാറുന്നു എന്നുള്ളതാണ് അതിനകത്തെ സത്യം എന്ന് പറഞ്ഞ ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവനെ കൈക്കൊണ്ട്, ആരെ? കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കാണ്. അതായത് 3 ദൈവങ്ങളുടെ നാമത്തിലോ 3 വ്യക്തികളുടെ നാമത്തിലോ വിശ്വസിക്കുന്നവർക്കല്ല ഈ പറയുന്ന സംഗതി നടക്കുന്നെന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തിന് അതിലേറെ പ്രാധാന്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ, അല്ലെ. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോ 3-ാം അധ്യായത്തിൽ 3 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. യേശു അവനോട്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന്റെ നമ്മൾ 1 മുതൽ വായിക്കുമ്പോൾ, പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാർ ഒരു പ്രമാണിയായ നിക്കോദിമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടി ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിക്കോദിമോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല മനുഷ്യനാണ്, ദൈവത്തെ അറിയുന്നവനാണ്, ദൈവത്തോട് ചേർന്ന് നടക്കുന്നവനാണ്, ഇതെല്ലാം അയാൾക്കുണ്ട്. പക്ഷെ അയാളുടെ കുറവ് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, നീ രണ്ടാമത് ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണത്തില്ല, അല്ലെ.
ഇന്ന് പലർക്കും സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ തെറ്റാണ്. കാരണം ഞാൻ കർത്താവിന് വേണ്ടി അത് ചെയ്തു, ഇത് ചെയ്തു, ഞാൻ കർത്താവിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ രണ്ടാമത് നിങ്ങൾ ജനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? ദൈവരാജ്യം കാണത്തില്ല. കാരണം നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾ നല്ല ഭക്തനായിരിക്കാം, അതിഭക്തനായിരിക്കാം, എല്ലാം ആയിരിക്കാം നിങ്ങൾ. എങ്കിലും ഒരു കാര്യം അവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം, നല്ല കാര്യങ്ങളാണ്, ഭൂമിയിൽ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോ ഈ നിക്കോദിമോസിന് അതാണ് പറയുവാനുള്ളത്. ഞാൻ ഈ ഭൂമിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ഒക്കെയും ചെയ്തിട്ടുണ്ട്, ഞാൻ നല്ലൊരു പ്രമാണിയാണ്, അല്ലേ, നല്ലൊരു പ്രമാണിയാണ്, ആളുകളെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു വ്യക്തിത്വമാണ്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല എന്നാണ് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഒരു സംഘടനയുടെ സ്വന്തമല്ല, അല്ലേ? കത്തോലിക്ക മുതൽ മർത്തോമായോ അല്ലെങ്കിൽ CSIയോ അല്ലെങ്കിൽ ബെന്തിക്കോസിന്റെയോ ഒന്നും സ്വന്തമല്ലത്. അത് ദൈവവചനത്തിൽ ദൈവം അരുളി ചെയ്തിരിക്കുന്ന കാര്യമാണ്. അത് അനുസരിക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. സ്വർഗരാജ്യത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നവർ ആരൊക്കെയാണോ അവർ അത് സ്വീകരിക്കുവാൻ ബാധ്യസ്ഥരാണ്. ഒരിക്കൽ കൂടി ഞാൻ അതിനെക്കുറിച്ച് ഓർപ്പിച്ചു കൊള്ളട്ടെ. അപ്പൊ നിക്കോദിമോസിനെ പോലെ പ്രമാണിയായി മാത്രം ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, അല്ലേ? പ്രമാണിയായിരിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ, ശവം അടക്ക് കഴിയുമ്പോൾ പറയും, ഇയാൾ നാടിന് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, നല്ല കുടുംബം, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, അല്ലേ? സഭയുടെ അല്ലെ സംഘടനയുടെ അധ്യക്ഷൻ വന്നിട്ട് പ്രസംഗിച്ചിട്ട് പറയും, ഇയാൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇയാൾ ചെയ്തു, നല്ല നല്ല നന്മകളൊക്കെ ചെയ്തു, കാരണം ഇദ്ദേഹത്തിന് നല്ല കുടുംബമാണ്, അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്, അല്ലെങ്കിൽ ഫാമിലി നല്ല ഫാമിലിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി പുകഴ്ത്തി പറയും മരിച്ചു കഴിയുമ്പോഴത്തേക്കും. പക്ഷേ രണ്ടാമത് ജനിച്ചില്ല എങ്കിൽ ഓരോ നിക്കോദിമോസുള്ള ആളുകളോട് പറയുവാനുള്ളത് ഒരു കാര്യമെന്ന് പറയുന്ന ഒരു കാര്യം എന്താണ്? നിങ്ങൾ രണ്ടാമത് ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണത്തില്ല. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, രണ്ടാമത് ജനിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. രണ്ടാമത് ജനിക്കണം. അത് എങ്ങനെയാണെന്ന് എഴുതിയിട്ടുണ്ട്. ആ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നിക്കോദിമോസിനോട് പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ നിക്കോദിമോസ് തിരികെ ചോദിക്കുന്നു. നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ വൃത്തനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമത് അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്ന പ്രിയ സഹോദരങ്ങൾ. ഇതിനെ അവഗണിച്ചുകൊണ്ട് ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ലോകത്തു നിന്ന് കടന്നു പോകാൻ കഴിയുമെന്ന് ആരും വിചാരിക്കേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദൈവവചനത്തിലെ കൽപ്പനയാണ്. ഇതനുസരിക്കുവാൻ ഓരോ വിശ്വാസിയും, അല്ലെ? ഈ നിക്കോദിമോസ് പ്രമാണിയാണ്, നിങ്ങളെക്കാൾ വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിത്വമാണ്, ന്യായപ്രമാണം അനുസരിക്കുന്നവനാണ്, പരിച്ഛേദന ചെയ്തവനാണ്. ഇതെല്ലാം ചെയ്തിട്ടും കർത്താവ് അവനെ നോക്കിയിട്ട് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും നീ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇത് ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾ ഇത് സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല. ഞങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ പറഞ്ഞിട്ട് കടന്നു പോകും. കാരണം കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വേല ഭംഗിയായി നിവർത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോ ആ ജോലി ഭംഗിയായി തീർക്കുന്നു എന്നുള്ളതാണ്. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. എന്താണ്? ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോ എല്ലാവരെയും ഒന്നും നന്നാക്കാൻ പറ്റുകയില്ല. ചെവിയുള്ളവർ കേൾക്കണമെന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ടാമത് ജനിക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യകരമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവരാജ്യത്തേക്ക് പോകുവാൻ ഒരുങ്ങി തിരിച്ചവരാണോ എന്ന് ഒരിക്കലൂടെ എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, നിങ്ങൾ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? കാരണം അവന്റെ വരവ് എത്രയോ ആസന്നമായിരിക്കുന്നു, അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞപ്പോൾ അവൻ വരും, കള്ളനെ പോലെ വരും.
എന്ന് ഞാൻ അതിനെക്കുറിച്ച്, ആ വരവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം എന്താണ്? നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. അപ്പൊ നല്ല വിത്ത് വിതയ്ക്കുന്നവരാകണം, അല്ലേ? അപ്പോ നല്ല വിത്ത് വിധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടാമത് ജനിക്കണം. രണ്ടാമത് ജനിക്കാതെ എങ്ങനെയാണ് ഒരു നല്ല വിത്ത് നിങ്ങൾക്ക് വിതയ്ക്കാൻ കഴിയുക? അല്ലാതെ പറ്റുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ സാത്താന്റെ മക്കളെന്ന് കർത്താവ് ഭൂമിയിൽ ഇരുന്നപ്പോ എല്ലാവരെയും വിളിച്ചു. നിങ്ങളത് പിശാചിന്റെ മക്കൾ. കാരണം പിശാചിന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ അത് മനസ്സിലാക്കുന്നവർ എന്ത് ചെയ്യുന്നു? നല്ല വിത്ത് വിതയ്ക്കാനായിട്ട് അവര് ശ്രമിക്കും എന്നുള്ളതാണ് അതിനകത്തെ സത്യം എന്ന് പറയുന്നത്. 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നു, മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പൊയ്ക്കളഞ്ഞു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഈ കളയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഈ കള എന്ന വാക്ക്, അല്ലേ? കള എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും കള എന്ന്? അതായത് ഇതിന്റെ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് വളർച്ചയുടെ പ്രാഥമിക ഘട്ടത്തിൽ ഏറെക്കുറെ ഗോതമ്പാണെന്ന് തന്നെ തോന്നിപ്പിക്കുന്ന ഒരു പാഴ്ചെടിയാണ്. അപ്പോ നമ്മള് ഒരിക്കലും ഒരു കളയായി മാറരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ദൂതന്മാര് അവസാന ഘട്ടത്തിൽ ഇതിങ്ങനെ അവർക്ക് കണ്ടാൽ അറിയാം. കാരണം ചിലരുണ്ടല്ലോ, ചില ലേബിൾഡ് ക്രിസ്ത്യാനികൾ, ലേബിൾഡ് ഉണ്ടാകും. അതുപോലെ തന്നെ വിശ്വാസം പുറത്ത് കാണിക്കുന്നവരുണ്ടാകാം, കപടഭക്തിക്കാരുണ്ടാവാം, അല്ലേ? അപ്പൊ എല്ലാവർക്കും പോകാനൊക്കെയല്ല. കാരണം ലേബിൾഡ് മാത്രമായി ഇരുന്ന് കഴിഞ്ഞാൽ പോകാനൊക്കത്തില്ല. അപ്പൊ ഈ ലേബിൾഡ് എന്ന് പറയുന്നതിനകത്ത് കളയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ലേബിൾഡ് ക്രിസ്ത്യാനി എന്താണ്? ഒരു കളയാണ്. കാരണം പേരിൽ മാത്രമേ ഉള്ളൂ, രണ്ടാമത് ജനിച്ചിട്ടില്ല, പേരിൽ മാത്രം അവൻ ക്രിസ്ത്യാനിയാണ്. അങ്ങനെയുള്ളവരെന്താണ്? കള മാത്രമാണ്. ഏതെങ്കിലും ഒരു സംഘടനയിൽ മാത്രം നിന്നുകൊണ്ട് പ്രവർത്തിച്ചു പോകുന്നതാണ് എന്താണ്? ലേബിൾഡ്. അതായത് ഞാനൊരു സംഘടനയിലാണ്, അതുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഉദ്ദേശിച്ചാണ് ഇവിടെ കള എന്ന പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നുള്ള വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അപ്പൊ എന്താണ്? മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയിക്കളഞ്ഞിരിക്കുന്നു. 26-ാമത്തെ ഞാറ് വളർന്ന് കതിരായപ്പോ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന യജമാനനെ, വയലിൽ നല്ല വിത്തില്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു? അപ്പൊ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനിടയിൽ നല്ല വിത്തിനിടയിൽ ചില കളകളുമുണ്ട്. അപ്പൊ കളകളെ തിരിച്ചറിയുവാനായിട്ട് യജമാനന് കഴിയും. കാരണം നമ്മളിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലേബൽ ധരിച്ചു പോയാൽ എന്താണ്? കർത്താവിനെ കാണുമ്പോൾ അറിയാം എന്നുള്ള കാര്യം അവിടെ വളരെ വ്യക്തമാണ്, പ്രിയ സഹോദരങ്ങളെ. അപ്പോ ആ കള എത്രമാത്രം എന്ന ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതായത് ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ വന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തില്ലയോ, നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്നവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസൻ അവനോട് ചോദിച്ചു. അതിനവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പ് കൂടി പിഴുതുപോകും. രണ്ടും കൂടി കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പന്റെ കളപ്പുരയിൽ കൂട്ടിവയ്ക്കുവാനും കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവരാജ്യം വരുമ്പോ ദൂതന്മാരിറങ്ങി വന്നിട്ട് ഓരോ നല്ലതിനെയും തീയതിനെയും ഒക്കെ എടുത്തിട്ട്, നല്ലതിനെ എടുത്ത് ദൈവരാജ്യത്തേക്ക് പ്രവേശിപ്പിക്കും. ഈ കളയാകുന്ന അഴുക്കായ ലേബൽ ക്രിസ്ത്യാനികളെ എന്ത് ചെയ്യും?
എടുത്ത് പുറത്തേക്ക് തള്ളും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങി തിരിച്ചവർ ഒരു കളയാകാൻ വേണ്ടിയല്ല ജീവിക്കേണ്ടത്. അവന്റെ രാജ്യത്തേക്ക് പോകുവാൻ വേണ്ടിയുള്ള അവന്റെ ദൈവവചനങ്ങൾ നന്നായി അനുസരിക്കുക എന്നുള്ളതാണ് അവന്റെ ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഉപമയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ ആരാണ്? മനുഷ്യപുത്രനാണ്. വയലെന്ന് പറയുന്ന ലോകമാണ്. നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ. അത് വിതച്ച ശത്രു ആരാണ്? പിശാച്. കൊയ്ത്ത് അവസാനം. അപ്പൊ അവസാനം ഒരു കൊയ്ത്തുണ്ടാകും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പൊ കൊയ്ത്ത് വരുമ്പോൾ ആരൊക്കെ കർത്താവിന്റെ രാജ്യത്തുണ്ടാകുമെന്ന് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ. കൊയ്ത്ത് വരുമ്പോൾ ഞാൻ ഉണ്ടാകുമോ? ഞാൻ നല്ല വിത്തായി കർത്താവിന് വേണ്ടി ശോഭിക്കുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കളയായി ശോഭിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ മാനസാന്തരപ്പെട്ട് അവന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുവാനുള്ള വഴികളിലേക്ക് കടന്നു വരുവാൻ ദൈവാത്മാവ് ഈ വചനങ്ങളിലൂടെ ഓർപ്പിക്കുന്നു പ്രിയ സഹോദരങ്ങളെ. അപ്പോ നല്ല വിത്തായിട്ട് മാറണം. നല്ല വിത്ത് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ പുത്രന്മാരെ ഇവിടെ നല്ല വിത്തിനോട് ഉപമിച്ചു വെച്ചിരിക്കുന്നു സഹോദരങ്ങളെ. അപ്പോ ആ നല്ല വിത്താകുവാൻ നിങ്ങൾക്ക് കഴിയുമോ? കള എന്ന് വിളിച്ചിരിക്കുന്ന ഇവിടെ ദുഷ്ടന്റെ പുത്രന്മാരെയാണ്, അതായത് പിശാചിന്റെ പുത്രന്മാരെയാണ് കള എന്ന് ഇവിടെ സംബോധന ചെയ്തിരിക്കുന്നത്. അതായത് കളയെല്ലാം കൂടെ കൂട്ടി അപ്പൊ ദൂതന്മാർ എന്ത് ചെയ്യും? ലോകാവസാനത്തിൽ, അതായത് ലോകാവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ വരവിന്റെ നാളിൽ, അന്ത്യനാളിൽ എന്ത് സംഭവിക്കും? അവിടെ ദൂതന്മാരെ അയക്കും. ആര്? കർത്താവായ യേശു ക്രിസ്തു തന്റെ ദൂതന്മാരെ അയച്ച് അവൻ രാജ്യത്തിൽ എന്ത് ചെയ്യും? രാജ്യത്തിൽ നിന്നും എല്ലാ ഇടർച്ചകളും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും, അല്ലേ? കരച്ചില്, പല്ലുകടി ഇവയെല്ലാം അവിടെ ഉണ്ടാകുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ പല്ലുകടിയും കരച്ചിലും ഒക്കെ എവിടെയാണ് ഉണ്ടാകുന്നത്? നരകത്തിലാണ്. ദൈവത്തിന്റെ രാജ്യത്ത് ഉണ്ടാവുകയില്ല. ദൈവത്തിന്റെ രാജ്യത്ത് സന്തോഷവും സമാധാനവും മാത്രമേ അവിടെയുള്ളൂ. ആ സമാധാന രാജ്യത്തേക്ക് പോകുവാൻ എൻ്റെ പ്രിയ സ്നേഹിത ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുവാൻ കഴിയണം. കാരണം കർത്താവിന്റെ വരവ് ആഗമനമായിരിക്കുന്നു. എപ്പോഴവൻ വരുമെന്ന് ഉറപ്പില്ല. ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ഇന്ന് ജീവിച്ചു പോകുന്നത് എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന് 37 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. 37 മുതൽ അതിന് അവൻ ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോക അവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ, കള കെട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. അപ്പോഴെന്ത് ചെയ്യും? മനുഷ്യപുത്രൻ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്ത് നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയൊക്കെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിലിട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇവിടെയും പറയുന്നു ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾക്ക് ചെവി ഉണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുക എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലെ? നിർബന്ധമില്ല, അതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെ? എല്ലാവരും ദൈവരാജ്യത്തേക്ക് വരത്തില്ല.
അപ്പൊ ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ 10,000 നേടി, 1000 നേടി, അല്ലെ? ദാവീദ് 10,000 കൊന്നു, ശൗൽ 1000 കൊന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഞാൻ 1000 നേടി, 10,000 നേടി, ഭയങ്കര ഇതാ പറയുന്നത്. പക്ഷേ ഒരാത്മാവെങ്കിലും വിടുവിക്കപ്പെട്ടാൽ, നിങ്ങൾ പറയുന്ന 1000-ൽ ഒരാളെങ്കിലും സ്വർഗത്തിൽ പോകുമോ? ഒരാളെങ്കിലും സ്വർഗത്തിൽ പോകണം. അല്ലാതെ ഞാൻ 1000 നേടി, 10,000 നേടി എന്ന് പറഞ്ഞ് വീമ്പിളക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെ? അപ്പൊ അതൊന്നും ഇവിടെ വിലപ്പോകുകയില്ല. കർത്താവിന് ഓരോരുത്തരെയും സ്കാൻ ചെയ്തറിയാൻ കഴിയും. കാരണം നീ കളയാണോ നല്ല വിത്താണോ, അല്ലെ? അവിടെ വളരെ വ്യക്തമായി രാജ്യത്തിന്റെ പുത്രൻ ഏതാണെന്ന് അറിയാം. കാരണം ദൂതനെ അയക്കും, ദൂതൻ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്യുമ്പോൾ അറിയാം ഏതാണ് കള, ഏതാണ് വിത്ത്. അതുകൊണ്ട് ലേബിൾഡ് ആയിട്ടിരിക്കുന്നവർ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഇന്നും ഒരു ലേബിൾഡ് മാത്രമാണ്. ലേബിൾഡ് ആയിരുന്നാൽ, അല്ലെങ്കിൽ ഒരു ലേബൽ ക്രിസ്ത്യാനിയായിരുന്നാൽ നിങ്ങൾ ഒരിക്കലും ദൈവരാജ്യം അവകാശമാകത്തില്ല പ്രിയ സഹോദരങ്ങളെ. അത് ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് നല്ല വിത്തുകളായി, ദൈവത്തിന് വേണ്ടി ശോഭിക്കുന്ന നല്ല വിത്തുകളായി മാറുവാൻ കഴിഞ്ഞാൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. ലേബിൾഡ് ക്രിസ്ത്യാനിയെ അങ്ങോട്ട് അടുപ്പിക്കുകയില്ല. കാരണം ദൂതൻ ഇറങ്ങി വന്നിട്ടാണ് ഇത് എടുത്ത് എന്ത് ചെയ്യുന്നത്, പരിശോധിച്ചിട്ട് കയറ്റി വിടത്തുള്ളൂ. അക്കാര്യം ഓർമ്മയിൽ വെച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലത് എന്നുള്ളതാണ് ഈ തരുണത്തിൽ വചനത്തിലൂടെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. 44-ാമത്തെ വാക്യത്തിൽ, അതായത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ, സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. അപ്പൊ സ്വർഗരാജ്യം എന്ന് പറയുന്നത് എന്താണ്? വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു? കണ്ടു മറച്ചിട്ട്. അപ്പോ എന്താണ് ആ പറയുന്ന നിധി, അല്ലെ? അപ്പോ ആ ദൈവത്തിന്റെ രാജ്യം ശ്രദ്ധിക്കുന്നവരെ കുറിച്ച്, അല്ലെ? അപ്പൊ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പോകുവാൻ ഒരുങ്ങിയിരിക്കുന്നവരെന്താണ്? അവന്റെ കൽപ്പനകൾ അനുസരിക്കണം, അവന്റെ നാമത്തിൽ സ്നാനപ്പെടണം, അല്ലെ? അവനെ രക്ഷിതാവും കർത്താവും നാഥനുമായി സ്വീകരിച്ച് അവന്റെ വചനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു വലിയ ഭാഗ്യമാണ്. അതായത് സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയോട് സദൃശ്യമാണ്. അത് ഒരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ സ്വർഗരാജ്യം മുത്തിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവിന്റെ വരവ് ആഗമനമായിരിക്കുന്നു. എത്ര പേർ കർത്താവിന്റെ രാജ്യത്തേക്ക് പോകും എന്നും നിങ്ങളെ തന്നെ ശോധന ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കുവാൻ ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ആമേൻ.